എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ ചിക്കൻ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മസാലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത്ര ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് പെരിഞ്ചീരകം, 3 ഏലക്ക, 4 പട്ട, ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാഷ്യൂസും മുന്തിരിങ്ങയും ഉള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ മുന്തിരിങ്ങ നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ കാഷ്യൂനട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറം ആകണ്ട, ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു 80% കുക്കാകണം, ഫുള്ളങ്ങ് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഒരു ബാച്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേതും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മസാലയ്ക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് പഴുത്തതാണ്, അതുകൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 12 കശുവണ്ടി നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ടുള്ളതാണിത്, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 പിടി മല്ലിയില ചേർത്ത് കൊടുത്തു. കുറച്ച് പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വറുത്തല്ലോ, അതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ
ഇനിയൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് അധികമായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ റൈസിന് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ റൈസ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതൊരു 80% കുക്കായാലും മതി, നന്നായിട്ടങ്ങ് വെന്ത് പോകരുത്. നമ്മൾ ദം ചെയ്താണ് ബിരിയാണി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളൊരു റൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് 2ആയിട്ട് ഒടിഞ്ഞു വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതിപ്പം 2ആയിട്ട് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. അതായത് വെള്ളം ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ലെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ ഈ ചൂട് ചോറാണ് എപ്പോഴും ദം ചെയ്യാൻ ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂനട്ടും റൈസിൻസും, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഇത് കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ പാലിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലർക്ക് കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ വേണ്ടത് പൈനാപ്പിൾ എസൻസ് ആണ്. ഞാനിവിടെ 2-3 തുള്ളി ഓരോ ലെയറിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിൾ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്രയും നെയ്യ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് റിച്ച് ആയിട്ട് വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല കൂടി ഇട്ടിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്രേവി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല നീളമുള്ള അരിയുടെ റൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബിരിയാണി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ദം ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്യാം, അല്ലെങ്കിൽ അവൻ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വെച്ചിട്ട് ദം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഓവൻ വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്, സ്റ്റീലാണ്. അപ്പോൾ നിങ്ങൾ ഓവനിൽ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ പാത്രം വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ലെയറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ലെയർ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാമാവ് വെച്ചിട്ട് സീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ദം ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ചൂടുള്ള ബിരിയാണിയാണ്. നിങ്ങൾ കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് ബിരിയാണിയുടെ ടേസ്റ്റ് വരിക. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ റൈസ് എന്ന് പറയുന്നത് വെള്ളയും മഞ്ഞയും കലർന്ന ഒരു കളറാണ്.
അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ കുറച്ച് റൈസും കുറച്ച് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.